ഇന്നലെ ഇന്ത്യയുടെ ദക്ഷിണാഫ്രിക്കക്കെതിരെയുള്ള ടീമിനെ പ്രഖ്യാപിച്ചത് മുതൽ സഞ്ജു സാംസന്റെ ഒരു അഭാവം വളരെയധികം ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓസ്ട്രേലിയക്കെതിരെ അവസാന മത്സരങ്ങളിൽ സഞ്ജുവിനെ മാറ്റിയിട്ട് ഇന്ത്യ ജിതേഷിനെ കളിപ്പിച്ചിരുന്നു. സഞ്ജുവിനെ തിരിച്ച് കൊണ്ടുവരുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചെങ്കിൽ പോലും അതുണ്ടായില്ല. ശുഭ്മാൻ ഗില്ലാണ് ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിംഗ് കളിച്ചത്. അതുപോലെ തന്നെ ജിതേഷ് വിക്കറ്റ് കീപ്പറായിട്ട് മധ്യനിരയിൽ കളിച്ചു. ഇത് T20 ലോകകപ്പിന് വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രം നിൽക്കുമ്പോൾ, 2 പരമ്പര മാത്രം നിൽക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഭാവി പദ്ധതികളിൽ സഞ്ജു ഇല്ല എന്നത് തന്നെയാണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്. പലരും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്, സഞ്ജുവിനെ പോലൊരു താരത്തെ ടോപ്പ് ഓർഡറിൽ കളിപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ടീമിൽ എടുത്തിരിക്കുന്നത്? സെക്കൻഡ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിട്ട് വേറെ ആരെങ്കിലും ഒക്കെ എടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ വരെ ആളുകൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. സഞ്ജുവിനെ സംബന്ധിച്ച് ഇതിനു മുമ്പ് നടന്ന T20 ലോകകപ്പിൽ ടീമിലുണ്ടായിട്ട് കളിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇല്ല. അതിൻ്റെ ഒരു ആവർത്തനം വീണ്ടും സംഭവിക്കുകയാണ്. കൃത്യമായിട്ട് സൂര്യകുമാർ യാദവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഗില്ലാണ് ഓപ്പണർ എന്നുള്ളത്. അപ്പൊ സഞ്ജുവിനെ സംബന്ധിച്ച് ഇനി സ്ഥാനമില്ല, അല്ലെങ്കിൽ സ്ഥാനം പ്രതീക്ഷിക്കേണ്ട എന്നുള്ളൊരു സന്ദേശം തന്നെയാണ് നൽകുന്നത്. ഇത് സഞ്ജുവിനെ സംബന്ധിച്ച് സഞ്ജുവിന്റെ കരിയറും അതുപോലെ തന്നെ അപ്പുറത്ത് ഗില്ലിന്റെ റെപ്യൂട്ടേഷനും ഈ ഒരു തമ്മിലുള്ള ഒരു ഇതായിട്ട് ഒരു മത്സരം പോലെ ആയിട്ട് മാറിയിട്ടുണ്ട്. സഞ്ജുവിനെ സംബന്ധിച്ച് കരിയർ ഇനി പിടിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് തന്നെയാണ് പലരും വിലയിരുത്തുന്നത്. എന്താണ് ഇതിനെക്കുറിച്ച്? ഈ പറഞ്ഞ പോലെ തന്നെ സഞ്ജുവിന് T20 ലോകകപ്പ് കഴിഞ്ഞ് 10 താഴെ മത്സരം മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. 10 മത്സരമാണ് T20 ലോകകപ്പിന് മുമ്പ് ഇന്ത്യക്ക് വരുന്നത്. അതിൽ അവസരം ലഭിച്ചാൽ മാത്രമേ സഞ്ജുവിന് ഇതിലേക്ക് ഒരു പ്രതീക്ഷ വെക്കേണ്ടതുള്ളൂ. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ തന്നെ ഓസ്ട്രേലിയക്ക് അവസാനം കളിച്ച ടീം, അതായത് സഞ്ജുവിനെ മാറ്റി ജിതേഷിനെ കളിപ്പിച്ച ടീം, ഹർദിക്ക് മറ്റു വരുമ്പോഴേക്ക് നമുക്ക് ഈ പറഞ്ഞ മധ്യനിരയിൽ സഞ്ജു ആണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള പ്രതീക്ഷ നമുക്ക് ഉണ്ടായി സഞ്ജു കളിക്കുന്നുള്ളൂ. പക്ഷേ ഉണ്ടായില്ല. ഗില്ല് അത് സൂര്യകുമാർ അത് ക്ലിയറായി പറഞ്ഞിരുന്നു. ഗില്ലാണ് ശ്രീലങ്കക്കെതിരെ പരമ്പരയിൽ ഓപ്പണറായിട്ടുണ്ടായിരുന്നത്. ഗില്ല് തിരിച്ചിരുമ്പോൾ സ്ഥാനം അദ്ദേഹത്തിന് അർഹതപ്പെട്ടാണെന്ന്. ഈ അർഹത എന്ന മാനദണ്ഡം എന്താണെന്നറിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ സഞ്ജുവിൻ്റെ കരിയറും ഗില്ലിൻ്റെ റെപ്യൂട്ടേഷനും, ഗില്ലിനെ ഉപനായകനാക്കി ഇപ്പോൾ ടീമിന് കൊണ്ടുപോയിട്ടുണ്ട്. നായകനാക്കാനുള്ള പദ്ധതിയാണെന്ന് പറയുന്നു. ഉപനായകനാക്കാൻ വേണ്ടിയിട്ട് ഒരു നായകനെ 3 ഫോർമാറ്റിൽ ഒരു നായകൻ എന്ന രീതിയാണോ അതിൻ്റെ പേരിൽ മാത്രമാണോ കൊണ്ടുവരുന്നത് സംശയമുണ്ട്. കാരണം ഈ സഞ്ജുവിൻ്റെയും ഗില്ലിൻ്റെയും നമുക്ക് ഓപ്പണിങ്ങിലെ നമ്പർ നമുക്ക് കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞാണ്. രണ്ടുപേരുടെയും റെക്കോർഡുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഗില്ലിനേക്കാൾ ഒരു പടി മുന്നിൽ എന്തുകൊണ്ടും ഓപ്പണിങ്ങിലേക്ക് സഞ്ജുവിന് പറ്റുന്നതാണെന്ന്. ഈ സാധനം വരുമ്പോൾ കഴിഞ്ഞ ലോകകപ്പിൽ ഇപ്പോൾ സൈഫ് പറഞ്ഞാൽ വിയർപ്പ് തുന്നിയിട്ട കുപ്പായ എന്നുള്ളൊരു ഇതുകൊണ്ട് സഞ്ജു T20 ലോകകപ്പിന് പോകുന്നു. അതിൽ അവസാനം ലഭിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. രോഹിത് ശർമ്മ അവസാനമായി സംസാരിച്ചതൊക്കെ. പക്ഷെ അത് ഒരു മത്സരം ലഭിച്ചില്ല. നിലവിൽ ടീമിൻ്റെ സാഹചര്യത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലാത്തതാണ്. ഇനി ജിതേഷിന് വല്ല പരിക്കും പറ്റിയാൽ മാത്രമേ സഞ്ജുവിന്, അല്ലെങ്കിൽ ഗില്ലിന് വല്ല പരിക്കും പറ്റിയാൽ മാത്രമേ സഞ്ജുവിന് അവസരമുള്ളൂ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല, അങ്ങനെ ചിന്തിക്കാനും പാടില്ല. പക്ഷേ മറ്റൊരു വഴി ഇപ്പോൾ നമ്മൾ കാണുന്നില്ല എന്ന് ക്ലിയർ ആയിട്ട് വരുമ്പോൾ ഇപ്പം ഗില്ലിന് പരിക്ക് പറ്റിയിട്ട് ഗില്ല് തിരിച്ചു വരുന്നു, അയാൾ വീണ്ടും പരാജയപ്പെടുന്നു. പക്ഷേ മാറ്റം വരാൻ വേണ്ടി പോകുന്നില്ല. വിക്കറ്റിന് പിന്നിലാണ് ജിതേഷ് ശർമ്മ മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട്. ജിതേഷ് മധ്യനിര മികച്ച രീതിയിൽ, സഞ്ജുവിനെയും ജിതേഷിനെയും മധ്യനിരയിൽ നോക്കിയാൽ ജിതേഷ് തന്നെയാണ് അനുയോജ്യമായ താരെന്ന് ആരും പറയും. ലോകകപ്പിൽ പോലുള്ള സ്ക്വാഡിലേക്ക് വരുമ്പോൾ ജിതേഷ് തന്നെയാണ് മധ്യനിരയിൽ കളിക്കേണ്ടതെന്നും വിക്കറ്റ് പിന്നിലൊന്നും പറയേണ്ടി വരും, സംശയമില്ല. പക്ഷേ സഞ്ജുവിൻ്റെ സ്പോട്ട് അവിടെ ബാക്കി അവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. കാരണം ഒഴിഞ്ഞു കിടക്കുന്ന പറയാം അത് ഗില്ലിന് നികത്താനാവുന്നില്ല, വിടവ് നികത്താനാവുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവിടത്തേക്ക് സഞ്ജുവിനെ കൊണ്ടുവരാൻ ഇവർക്ക് എന്താണ് തടസ്സം? ആ തടസ്സം വൈസ് ക്യാപ്റ്റൻ, ഭാവിയിലെ ക്യാപ്റ്റൻ, അതാണ്. അതെന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും സഞ്ജുവിന്റെ കാര്യത്തിൽ നമ്മളെടുത്ത് പറയുന്ന സമയത്ത് ഇപ്പോൾ ശുഭ്മാൻ ഗില്ലിന്റെ ഒരു പ്രകടനം ഇന്ത്യയിലെ T20 പ്രകടനം ഒന്ന് നമ്മൾ എടുത്ത് പറയേണ്ടതായിട്ട് വരിക. പ്രത്യേകിച്ച് അന്താരാഷ്ട്ര T20 IPL മികച്ച താരമാണ് ഗില്ല്, അതിനകത്ത് സംശയമൊന്നുമില്ല. IPL എന്താണോ ഗുജറാത്തിന് വേണ്ടത് അത് ഗില്ല് കൊടുക്കുന്നുണ്ട്. നേരത്തെ കൊൽക്കത്തക്കും ആ രീതിയിൽ ഗില്ല് സംഭാവന ചെയ്തിരുന്നു, അതിൽ സംശയങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്ത്യൻ T20 അല്ലെങ്കിൽ അന്താരാഷ്ട്ര T20 വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഗില്ലിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും വിദേശ മൈതാനങ്ങളിൽ ഗില്ലിന്റെ പ്രകടനം അത്ര മികച്ചതല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇന്ത്യയിൽ തന്നെ ഗില്ലിന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ പ്രകടനം നോക്കുമ്പോൾ അഹമ്മദാബാദിലെ ഒരു മത്സരത്തിൽ ഒരു വലിയ സ്കോർ നേടിയിട്ടുണ്ട് എന്നതിലുപരി മറ്റുള്ള മൈതാനങ്ങളിലെല്ലാം ഗില്ലിന്റെ പെർഫോമൻസ് വളരെ താഴെയാണ്. ആവറേജ് ശരാശരി വളരെ കുറവാണ്. സ്ട്രൈക്ക് റേറ്റ് ഇല്ല. ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ്, ഒരു ടൈമിംഗ് തെറ്റിയ ഒരു ഷോട്ട്, ഒരു അനാവശ്യമായിട്ടുള്ള കളിച്ച ഒരു ഷോട്ടിനാണ് ഗില്ല് പുറത്താകുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഇപ്പോൾ T20 ഇത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം സഞ്ജുവിന് ഒരു അവസരം കൊടുത്തതിൽ ഇവർ കുടുങ്ങിപ്പോയ സാഹചര്യമാണ്. നമ്മളത് വളരെയധികം ആഘോഷിച്ചു. കാരണം സഞ്ജു എന്ന് പറയുന്ന, സഞ്ജുവിനെ കളിപ്പിക്കുന്നതിന് പോലും ഇപ്പോൾ മത്സരം കാണാൻ പോലും സഞ്ജു ഇല്ലെങ്കിൽ കാണാൻ താല്പര്യമില്ലാത്ത തരത്തിലേക്ക് ആളുകൾ പലരും അങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സഞ്ജു ആ ദക്ഷിണാഫ്രിക്കക്കെതിരെ ക്രൗഡ് പുള്ളറാണ്. ഇന്ത്യൻ ടീമിലെ ക്രൗഡ് പുള്ളർ സഞ്ജു ആണ്, ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എനിക്ക് ഇത് നമ്മളെ ഇവിടെ മാത്രം പറയുന്നതല്ല, അത്
ഇന്ത്യയുടെ ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ ആ BCCI ഇന്നലെ പ്ലേയിങ് 11 പ്രഖ്യാപിച്ച എക്സ്പോസിന്റെ താഴെയുള്ള കമന്റുകൾ മാത്രം വായിച്ചാൽ മതി. ഇത് പ്രൊട്ടക്ഷൻ സർട്ടിഫിക്കറ്റ് ആണെന്നാണ് ഒരാൾ അവകാശപ്പെട്ടത് ഗില്ലിന്റെ കാര്യത്തിൽ. ഗില്ലിന് കൊടുക്കുക ഈ ഇഞ്ചേർഡ് ആയിട്ടുള്ള ഒരു താരത്തെ ഇങ്ങനെ കൊണ്ടുവരികയും അല്ല, ഇത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിങ്ങിലേക്ക് ഇനി സഞ്ജു പ്രതീക്ഷ വെക്കണ്ട എന്നുള്ളത് തന്നെയാണ് വളരെ വ്യക്തമായിട്ട് സൂര്യകുമാർ യാദവും കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതോടൊപ്പം തന്നെയാണ് മധ്യനിര എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഈ വിഷയങ്ങളൊരു ടൈമിലെയും പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മനസ്സിലാവും. ഏഷ്യ കപ്പിന്റെ തൊട്ട് മുമ്പാണ് ഗില്ലിനെ ടീമിലേക്ക് ഇന്ത്യ കൊണ്ടുവരുന്നത്. സഞ്ജു ഒരു മധ്യനിര താരമാണ്, ഒരു ഓപ്പണർ താരമല്ല എന്ന്, ഓപ്പണിംഗിൽ കളിക്കുന്ന ഒരു ടോപ്പ് ഓർഡർ താരമല്ല എന്ന് അഗാർക്കർ പറയുന്നു. അതുപോലെ തന്നെ ഗില്ലും ജയ്സ്വാളും ഇല്ലാത്തത് കൊണ്ടാണ് ഗില്ലും ജയ്സ്വാളും ഇല്ലാത്തത് കൊണ്ടാണ് സഞ്ജുവിന് ഓപ്പണിംഗിൽ അവസരം കൊടുത്തത് എന്ന് പറയുന്നത്. അതെ തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് സഞ്ജു കേരള ക്രിക്കറ്റ് ലീഗിൽ കളിക്കുന്ന സമയത്ത് സഞ്ജു കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ താരമായിട്ട് കളിക്കുന്ന സമയത്ത് സഞ്ജു മധ്യനിരയിലേക്ക് പോകുന്നു. സഞ്ജു മധ്യനിരയിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആണ് ഏഷ്യ കപ്പ് വരുന്നത്. ഏഷ്യ കപ്പിൽ സഞ്ജുവിനെ മധ്യനിരയിൽ പല സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒരു മത്സരത്തിൽ 8ാം നമ്പറിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ സഞ്ജുവിനെ തന്നെ കൺഫ്യൂസ്ഡ് ആക്കി. സഞ്ജു എന്ന് പറയുന്ന താരത്തെ തന്നെ കൺഫ്യൂസ്ഡ് ആക്കി. തന്റെ റോളിൽ ഒരു കൃത്യത ഇല്ല. ഇപ്പൊ പൊസിഷൻ മാറുമെങ്കിൽ പോലും റോള് ഉണ്ടല്ലോ. ടോപ്പ് ഓർഡർ ബാറ്റർ, മിഡിൽ ഓർഡർ, ലോവർ മിഡിൽ ഓർഡർ, ഇങ്ങനെ ഒരു റോള് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിന്റെ കാര്യത്തിൽ സഞ്ജുവിനെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് വീണ്ടും ഈ പറയുന്ന ദക്ഷിണാഫ്രിക്കക്കെതിരെ ഓസ്ട്രേലിയക്കെതിരെ സഞ്ജുവിനെ മധ്യനിരയിൽ കളിപ്പിക്കുകയും 2 മത്സരങ്ങൾ കഴിഞ്ഞ് മാറ്റുകയും ചെയ്തു. പിന്നെ ജിതേഷിനെ ടീമിലേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ സൗത്ത് ആഫ്രിക്കക്കെതിരെയുള്ള ടീമിന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷ ഉണ്ടായിട്ട് പോലും സഞ്ജു സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി കളിച്ചത് ഓപ്പണിംഗ് റോളിലാണ്. ഇനി ആ റോള് മധ്യനിരയിലേക്ക് ഒരു പൊസിഷൻ പ്രൂവ് ചെയ്തിട്ടും കാര്യമില്ല എന്ന് സഞ്ജുവിന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. കാരണം നേരത്തെ സഞ്ജുവിന് അങ്ങനെ മധ്യനിരയിൽ കളിക്കേണ്ട സാഹചര്യം വന്നപ്പോ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് സഞ്ജു മധ്യനിരയിൽ കളിച്ചു നോക്കിയിരുന്നു. ഇപ്പൊ സഞ്ജു സയ്യിദ് മുഷ്താഖ് അലിയിൽ ഓപ്പണിംഗിലാണ് കളിച്ചത്. അതിനർത്ഥം ഇനി ഓപ്പണിംഗിൽ ഒരു ഒഴിവ് വരുമ്പോൾ മാത്രമേ തനിക്ക് അവസരം കിട്ടൂ, മധ്യനിരയിലേക്ക് തന്നെ പരിഗണിക്കില്ല എന്ന് സഞ്ജുവിന് മനസ്സിലായിട്ടുണ്ട്. അതെ തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് സയ്യിദ് മുഷ്താഖ് അലിയിൽ സഞ്ജു ഓപ്പണിംഗിൽ കളിക്കുന്നത്. അല്ലെങ്കിൽ സഞ്ജുവിന്റെ റോൾ എന്താണ്, സഞ്ജുവിന്റെ ഇന്ത്യൻ ക്രിക്കറ്റിലെ റോൾ എന്താണ്? മധ്യനിര എന്ന് അഗാർക്കറും ഗംഭീറും സൂര്യകുമാർ യാദവ് വരെ പറയുന്നു ഓപ്പണിംഗിൽ സഞ്ജു ഫസ്റ്റ് ചോയ്സ് അല്ല എന്നുള്ളത്. അപ്പൊ ജിതേഷിനായിട്ട മധ്യനിരയിലേക്കാണ് സഞ്ജു കോമ്പീറ്റ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും. അപ്പൊ ഇങ്ങനെ എല്ലാവരും പറയുമ്പോൾ അതിന് മുമ്പ് നടന്ന സയ്യിദ് മുഷ്താഖ് അലിയിൽ സഞ്ജു ഓപ്പണിംഗ് കളിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് അതിനർത്ഥം? സഞ്ജു ഇനി ഇന്ത്യയുടെ മധ്യനിരയിലേക്ക് ഇന്ത്യയുടെ ഒരു ഇതിലേക്കൊരു ആളായിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് സഞ്ജുവിന്റെ കരിയറിനെ കുറിച്ച് നമുക്ക് ഇങ്ങനെ ഇത് പറയുന്നത്. പക്ഷെ ഒറ്റ കാര്യം പറയാം, സഞ്ജുവിന്റെ കരിയർ നശിപ്പിച്ചതാണ് എന്ന് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു ഏറ്റവും നല്ല റോളിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊസിഷനിൽ നിന്നാണ് സഞ്ജുവിനെ മാറ്റുന്നത്. അത് എന്തിനു വേണ്ടി മാറ്റുന്നത്? ഇന്ത്യയുടെ ഭാവി ക്യാപ്റ്റനെ വളർത്തിക്കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഭാവി ക്യാപ്റ്റന് ഒരു സ്ഥാനം ഉറപ്പിക്കാനോ. അങ്ങനെ ഭാവി ക്യാപ്റ്റനെ കൊണ്ടുവരാനാണെങ്കിൽ ഞാൻ പറയുന്നതല്ല, പക്ഷെ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലെ കണക്ക് നോക്കുകയാണെങ്കിൽ നിലവിലെ ക്യാപ്റ്റനെ മാറ്റാലോ. അതെ തീർച്ചയായും. നിലവിലെ ക്യാപ്റ്റനെ പറഞ്ഞ ടീമിൽ ക്യാപ്റ്റനും ഉപനായകനും രണ്ടുപേരും ഒരുപോലെ ഒരു ബാധ്യതയും മാറുന്നുണ്ടോ സംശയം. നമ്മള് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സൂര്യകുമാർ അത് ക്യാപ്റ്റൻ എന്ന നിലയിൽ മികച്ച രീതിയിൽ കളിക്കുന്നു. പക്ഷേ ഒരു ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാനായിട്ട് സൂര്യകുമാർ തുടർച്ചയായി പരാജയപ്പെടുന്നു. ഇപ്പം പറയുമ്പോൾ അത് എപ്പോൾ മുതലാണ് പരാജയപ്പെടുന്നതെന്ന് കൂടി ആലോചിക്കണം കേട്ടോ. തിലകനെ കൊണ്ടുവന്നതിന് ശേഷമാണ്. തിലകനെ സൂര്യകുമാർ യാദവ് വൺ ഡൗൺ ആയിട്ട് വളരെ അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തിലകനെ പിടിച്ചിട്ട് കുറച്ച് മത്സരങ്ങളിൽ വൺ ഡൗൺ കളിപ്പിക്കുന്നത്. തിലക അവിടെ ഫോമായി സൂര്യകുമാർ യാദവ് 4ാം നമ്പറിൽ അദ്ദേഹം പരാജയപ്പെടുന്നു. ഈ തിരിച്ചു വന്നിട്ട് അദ്ദേഹം അത് പിന്നെ തിരിച്ചെടുത്തു. 3ാം നമ്പറിലേക്ക് സൂര്യകുമാർ യാദവിനെ ഇറങ്ങാൻ തുടങ്ങി. പക്ഷെ അദ്ദേഹത്തിന് പിടിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഈ കൊണ്ടുവന്ന കൊട്ടിഘോഷ് കൊണ്ടുവന്ന ഗില്ലിന്റെ അവസ്ഥ എന്താണ്? ഗില്ല് ഈ ഇവരിപ്പോൾ പറയുമ്പോൾ കമന്റിൽ വരാൻ ചാൻസ് ഉണ്ട്. അന്നത്തെ മത്സരം ഓർമ്മയില്ലേ? ഓസ്ട്രേലിയക്ക് 3 മത്സരം ഓർമ്മയില്ലേ? രണ്ടുപേരും ഒറ്റപ്പെട്ട മത്സരങ്ങൾ ഈ മുഖ്യമന്ത്രി പറയുന്ന ഒറ്റപ്പെട്ട സംഭവം മാത്രമാണ്. അവനെ ഒറ്റപ്പെട്ട മത്സരത്തിൽ കളിക്കുന്നുണ്ട് 1-2 മത്സരം. പക്ഷേ സഞ്ജുവിന്റെ അഭിഷേകിന്റെയും ആ ഒരു കോംബോ ഉണ്ടായ സമയത്ത് നമ്മുടെ ടീം എങ്ങനെയായിരുന്നു? ആ ടീം ലോകകപ്പിലേക്കുള്ള ടീമിന് എന്തായിരുന്നു പ്രശ്നം? ഈ പറഞ്ഞ തിലക് വർമ്മ ഉൾപ്പെടെ സൂര്യകുമാർ യാദവ് ഉൾപ്പെടെ തിളങ്ങി നിന്നൊരു ടീം സെറ്റ് ടീമായിരുന്നു. ആ ടീമിനെയും കൊണ്ട് ലോകകപ്പിൽ ഈ പറഞ്ഞ പോലെ മധ്യത്തിലേക്ക് തന്നെ ഹാർദിക് പാണ്ഡ്യ വന്നു കഴിഞ്ഞാൽ സ്ട്രെങ്ത് ഒരു സംശയമില്ലാത്ത ലോകകപ്പ് വിന്നിംഗ് ചാമ്പ്യൻ ആ നിലനിർത്താൻ പറ്റുന്ന ടീമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതിലേക്ക് ഏഷ്യ കപ്പിലേക്ക് ഒരു സാധനം കൊണ്ട് കൊട്ടിയങ്ങ് ഇറക്കുന്നു. ടീം മൊത്തം സ്ട്രക്ചർ തകരുന്നു.
ഇതിപ്പം ഈ പറഞ്ഞ പോലെ പിന്നെ വീണ്ടും ഈ റൊട്ടേഷനൊക്കെ ഇവർ പറയേണ്ടി വരുന്നത് 3-ാം നമ്പറിലോട്ട് അങ്ങോട്ട് മാറി കളിക്കണമെന്നൊക്കെ പറയേണ്ടി വരുന്നത് ഈ ഗില്ലിനെ പിന്നെ ഈ ടീമിൽ ഉൾപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്, അത് ന്യായീകരണം മാത്രമാണ്. അഗാക്കർ പലതും പറഞ്ഞു, ഇപ്പം വിശദീകരിച്ച് പറഞ്ഞാൽ തന്നെ തിരിച്ചും മറിച്ചും അഗാക്കർ പലതും പറഞ്ഞു. ഇതിലിപ്പം വേറൊരു കാര്യം നമുക്ക് ഓർമ്മ വരുന്നത് പണ്ട് ഇർഫാൻ മത്താൻ്റെ കരിയറിന് സംഭവിച്ചൊരു സാധനമുണ്ട്. ഇർഫാൻ മത്താൻ പിന്നെ മികച്ച രീതിയിൽ ബൗളിംഗ് ഓൾറൗണ്ടർ ആയിരുന്നു, നന്നായിട്ട് ബാറ്റും ചെയ്യുമായിരുന്നു. ബൗളിംഗ് ഓൾറൗണ്ടറായിട്ട് മികച്ച രീതിയിൽ പിന്നെ 1ാമത്തെ ഓവറിൽ പാകിസ്ഥാൻ്റെ വിക്കറ്റ് നമുക്ക് ഓർമ്മയിട്ടുള്ളൂ. അങ്ങനെ ഒരു സമയത്താണ് എനിക്കൊന്ന് ചാപ്പലാണെന്ന് തോന്നുന്നത് കോച്ച് നേരെ കൊണ്ടുപോയിട്ട് വൺ ഡൗണൊക്കെ ഇറക്കുന്നു. അദ്ദേഹത്തിൻ്റെ റോള് ഞാൻ ബാറ്റിംഗ് ഓൾറൗണ്ടറാണോ ബോളിംഗ് ഓൾറൗണ്ടറാണോ സംശയത്തിലേക്ക് ഇർഫാൻ മത്താനെ കൊണ്ട് കുരുക്കുവാണ്. വൺ ഡൗൺ ഇറക്കുന്നു, നമ്പർ പ്രൊമോഷൻ കൊടുക്കുന്നു, അങ്ങനെ പോകുന്നു. ലാസ്റ്റ് ആകുമ്പോഴേക്ക് 2-നും മൂർച്ചയില്ലാത്ത അവസ്ഥയിലേക്ക് പത്താമത്തെ കരിയർ അവസാനിക്കുകയാണ്. ഇവിടെ ഇപ്പം വരുന്നത് സഞ്ജുവിനെ ആയാലും ആരായാലും ഒരു റോള് ഒന്നും ആർക്കും ഒരു ധാരണയില്ല. അവിടെ ഇവിടെയും കൊണ്ട് കളിപ്പിച്ച് തലങ്ങും വിലം കളിപ്പിക്കുന്നു. ആകെ കൂടി ഗില്ലിനെ മാത്രം ആ 2ാം നമ്പറിൽ അങ്ങ് ഓപ്പണിംഗിലേക്ക് അങ്ങ് കൊടുക്കുന്നു. അതിൽ അഭിഷേകിൻ്റെ ഇത് പറഞ്ഞാൽ ഇവർ അഭിഷേകിനെ മാറ്റിയേനെ, അത് നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ അതിൽ പറഞ്ഞു ഗില്ലും ജയ്സോളും ആണ് ഇവർ രണ്ടും ബി ടീമാണ് കളിക്കുന്നത് പറഞ്ഞു. ഈ ആ സമയത്തേക്ക് അഭിഷേകിന് വന്ന് അഭിഷേക് 1ാം നമ്പർ താരമായി മാറിയതുകൊണ്ട് മാത്രം വഴിയില്ലാണ്ടായി പോന്നു. സഞ്ജുവിന് ഒരു മാറ്റം ഉണ്ടായി, സഞ്ജു അതുപോലെ തന്നെ കത്തുവരുന്നു. പക്ഷേ സഞ്ജുവിനെ മാറ്റാൻ അവർക്ക് എളുപ്പമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. സഞ്ജുവിനെ ടീമിൽ നിന്ന് എപ്പോഴും വേണമെങ്കിലും പുറത്താക്കാനുള്ള അവസ്ഥയിലുണ്ട്. സഞ്ജുവിനെ കൂളായിട്ട് മാറ്റി. ചുരുക്കത്തിൽ സഞ്ജുവിനെ സംബന്ധിച്ച് ഇന്ത്യൻ ടീമിൽ കളിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിലവിലെ ഫോം, ഭാവിയിലെ പ്ലാനിങ് എല്ലാം പ്ലാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് സഞ്ജു ഓപ്പണറായിട്ട് വരികയും ഒന്നുകിൽ ഗില്ലിനെ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ ഗില്ലിനെ വൺ ഡൗൺ ആയിട്ട് കളിപ്പിച്ച് സൂര്യകുമാർ യാദവിനെ മാറ്റി നിർത്തുകയോ ചെയ്യുന്നതായിരിക്കാം ഒരു ഭാവി എന്നുള്ള രീതിയിൽ ഇന്ത്യനെ സംബന്ധിച്ച് നല്ലത്. സ്വാഭാവികമായിട്ട് സഞ്ജു മാറുന്നതിനോടൊപ്പം വൈഭവ് സൂര്യവംശിനെ കൊണ്ടുവരാനും ഇന്ത്യക്ക് സാധിക്കും. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലാനൊക്കെ ഇന്ത്യക്ക് ഉണ്ടാവും. പക്ഷെ വൈഭവിനെ പോലുള്ള ഒരു താരം ഓപ്പണിങ്ങിൽ ഇന്ത്യനെ സംബന്ധിച്ച് വളരെ ഒരു വലിയൊരു അപ്പൊ അത് അങ്ങനെ നോക്കുന്ന ഒരു സാഹചര്യത്തിൽ ജിതേഷിനെ ഈ 32 വയസ്സായി എന്നുള്ളത് പരിഗണിച്ച് കുറച്ചുകൂടി ജിതേഷിന് അവസരം കൊടുക്കാൻ പറ്റും. ഇന്ത്യക്ക് നല്ലൊരു ഇതിലേക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇതല്ല സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിലവിലെ ഫോമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അല്ല ഇന്ത്യനെ സംബന്ധിച്ച് പ്രശ്നം. ഇന്ത്യനെ സംബന്ധിച്ചുള്ള പ്രശ്നം ഗില്ലിന്റെ ക്യാപ്റ്റൻസിയാണ്. സൂര്യകുമാർ യാദവ് സ്വാഭാവികമായിട്ടും ക്യാപ്റ്റനാണ്. ഒരു ക്യാപ്റ്റനെ ഇപ്പൊ T20 പരമ്പരക്ക് തൊട്ട് മുമ്പ് എന്തായാലും മാറ്റാൻ പറ്റില്ല. അപ്പൊ അതും വളരെ വ്യക്തമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജുവിനെ സംബന്ധിച്ച് കരിയറിന്റെ ഒരു ഏറ്റവും ദുഷ്കരമായിട്ടുള്ളൊരു ഘട്ടത്തിലൂടെയാണ് ഇനി കടക്കാൻ പോകുന്നത്. ഇത്രയും കാലം ദുഷ്കരമായ ഘട്ടമായിരുന്നു, വിയർപ്പ് തുന്നിയിട്ടതാണ്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ രീതിയിലേക്ക് വന്നത്. പക്ഷെ ഇനിയും ആ കഷ്ടപ്പാട് അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.